തരത്തിലുള്ള അനുമതിയില്ല. നമ്മൾ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പോലും ക്ഷേത്രത്തിന് മുൻവശത്ത് ചിത്രീകരിക്കാൻ അനുമതിയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവർ നേരത്തെ ഇവരുടെ പിറന്നാളാഘോഷം കേക്ക് മുറിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രം നടത്തി, നടയിൽ ആഘോഷം നടത്തി. അത് റീൽസായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഇതിനെതിരെ വലിയ രീതിയിൽ പരാതി വന്നു. ഹൈക്കോടതി തന്നെ ഇടപെട്ടുകൊണ്ട് അവിടെ ഇത്തരത്തിലുള്ള റീലുകൾ ഇനി ഉണ്ടാക്കാൻ പാടില്ല, ചിത്രീകരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശവും ഉത്തരവും വന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കനത്ത നിയന്ത്രണമുള്ള സ്ഥലമാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്യുന്നവരുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ്, അത് നമ്മുടെ കൃഷ്ണഭക്ത താത്ത തന്നെയാണ്. അതായത് താത്ത ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും പോയിട്ട് എല്ലാ നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് താത്ത വീണ്ടും പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് ചെയ്യും, നീ ആരാടാ ചോദിക്കാൻ, വേണമെങ്കിൽ നീ എന്നെ പിടിച്ച് ജയിലിലിട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിയമ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് താത്ത അവിടെ റീൽസ് ചിത്രീകരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, താത്തയുടെ ഈ പോക്കൃത്തരം കാരണം അവിടെ പോയിട്ട് നല്ല രീതിയിൽ പോലും ഒരാൾക്ക് ഒരു ഫോട്ടോ എടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയില്ല. കാരണം എന്താ, ഈ താത്ത എല്ലാം കുളമാക്കി വെച്ചിരിക്കുകയാണ്. ഈ താത്തയുടെ കൃഷ്ണഭക്തി അവിടെയുള്ള ചില ആൾക്കാരെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ എല്ലാം നടപടിയെടുക്കണം, പിരിച്ചുവിടുകയാണ് വേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇമാതിരി കോപ്രായങ്ങളൊക്കെ കണ്ടിട്ടും മിണ്ടാതിരിക്കുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര്, അതായത് അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ 24 മണിക്കൂറും CCTV നിരീക്ഷണമുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ട്, ഭരണസമിതിന്റെ ആൾക്കാരുണ്ട്, ഇവരെല്ലാം ഉണ്ട്. എന്നിട്ടും ഈ താത്ത കയറിയിട്ട് ഇതുപോലെ ഇമാതിരി തോന്നിയഭാസം കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ ഒത്താശയോടെയാണ് എന്നുള്ളതിൽ യാതൊരു ഇതുമില്ല. അതാണ് മനസ്സിലായത്. അതായത് അവിടെയുള്ളവരുടെ ഒത്താശയോട് കൂടി തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അവിടെയുള്ള ആൾക്കാരെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്കാരെ മുഴുവൻ പിരിച്ചുവിടുവാണ് വേണ്ടത്. ഇമാതിരി കൂറത്തരമല്ലേ കാണിക്കുന്നത്? എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ്. അതായത് അവിടെ കൃത്യമായിട്ടെന്ന് പറഞ്ഞ കോടതി പോലും ഇടപെട്ടിട്ട് പറഞ്ഞതാണ് അവിടെ റീൽസ് ചിത്രീകരണം പാടില്ല. അതായത് ഒരു പരിഭാവനമായ ഒരു മണ്ണാണ്, അവിടെ ഒരുപാട് ഭക്തര് വരുന്നതാണ്, ആ ഭക്തരെ നമ്മൾ മാനിക്കണം എന്ന്. അവിടെ നിങ്ങൾ എവിടെ വേണമെങ്കിലും ചിത്രീകരിച്ചോ, വേറെ പുറത്ത് വേണമെങ്കിലും ചിത്രീകരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെ വേണമെങ്കിലും ചിത്രീകരിക്കാം. പക്ഷേ അമ്പലത്തിന്റെ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് ചിത്രീകരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഛേദോ വികാരം എന്താണ് ശരിക്കും പറഞ്ഞാൽ? അതായത് നിങ്ങൾ പൊതുസമൂഹത്തിന് എന്താണ് നൽകുന്നത്? നിങ്ങളുടെ ഫെയിമിനും നിങ്ങളുടെ പൈസക്കും നിങ്ങൾക്കുണ്ടാകുന്ന വരുമാനത്തിനും വേണ്ടിയിട്ട് അമ്പലത്തെ നിങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ത്രീ പണ്ട് ഒരു കാര്യം നടന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് അഷ്ടമി രോഹിണി നാളില് ഒരുപാട് ഭക്തർ അവിടെ നൊയമ്പ് നോറ്റ് വന്ന് ഉറക്കമൊഴിഞ്ഞു വന്ന് അവരെയൊക്കെ അവിടുന്ന് ഗുണ്ടായിസം കാണിച്ചിട്ട് ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യുന്നതും ആ സ്ത്രീ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും പോകുന്നത് വരെ നമ്മൾ കണ്ടു. അതായത് ഭക്തന്മാരെ അടിച്ചോടിക്കുന്ന നയമാണ് ഇവരെടുക്കുന്നത്. ഭക്തന്മാരെ ഗുണ്ടകളെ കൊണ്ട് 3-4 ക്യാമറകളും കൊണ്ടുവന്ന് ഭക്തന്മാരുടെ നേർക്ക് ആക്രോശിക്കുന്ന, അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പറയുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവരെ മാത്രം കേസിൽ പെടുത്തിയാൽ പോരാ, ഇവരെ അവിടെ കയറാൻ അനുവദിച്ച, അല്ലെങ്കിൽ അവർക്ക് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് കണ്ടിട്ടും മിണ്ടാതിരുന്ന ഇങ്ങനെയുള്ള അവിടെയുള്ള ആൾക്കാർക്ക് മുഴുവൻ എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ വാങ്ങിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവന്മാരുടെ ശമ്പളം കട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഈ തോന്നിയവാസം ഇവിടെ വെച്ച് നിർത്തണം. കുറച്ച് നാൾ മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് താരം ജാസ്മിൻ ജാഫർ ഇതുപോലെ കയറിയിരുന്നു. ജാസ്മിൻ അന്ന് കയറിയിട്ട് ഇതുപോലെ റീൽസ് എടുത്തതാണ്. അന്ന് എല്ലാവരും പറഞ്ഞു, ഒരാൾ പോലും അവിടെ നോക്കാനുണ്ടായില്ല, കാണാനുണ്ടായില്ല, കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അവിടെ കൃത്യമായിട്ടും എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് റീൽസ് ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ആരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്, ആരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ആരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള കോപ്രായങ്ങളുമായിട്ട് വരുന്നത്? അതാണ് എനിക്കറിയാനുള്ളത്. അതായത് ഇവരെ സംരക്ഷിക്കുന്നത് ശരിക്കും ആരാണ്? ഹിന്ദുക്കളാണോ, അല്ലെങ്കിൽ വേറെ ഈ അമ്പലത്തിന്റെ ആൾക്കാരാണോ? ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് ഒരിക്കൽ പറയുന്നു, പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തട്ടം ഇട്ടിട്ട് വീണ്ടും റീൽസ് ചെയ്യുന്നു. അതുപോലെ ഓരോ അമ്പലവും ഇവർ തയ്യാറെടുക്കുന്നത് എന്ന് പറഞ്ഞാൽ റീൽസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇവർക്ക് ഇതൊരു വലിയ വരുമാനം തന്നെയാണ്. അതുമാത്രമല്ല, ഇതിന്റെ പേരും പറഞ്ഞ് കുറെ കൃഷ്ണന്റെ ചിത്രങ്ങളും വരച്ച് വിറ്റിട്ടുണ്ട്. അങ്ങനെ കൃഷ്ണഭക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരിലെ എന്തോ ഒരു വലിയ ദൈവമായിട്ട് വരും എന്നുള്ളൊരു അവസ്ഥയിലാണ് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇതിനെടുത്ത് വെളിയിലിട്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട്
ഞാൻ പറയുകയാണ്, ഇമാതിരി തോന്നിയവാസത്തിന് ഒരു കാരണവശാലും കൂട്ടു നിൽക്കാൻ പാടില്ല. ഇതെന്ന് പറയുന്നത് ഒരു ഭക്തന്മാരുടേതാണ് അമ്പലം, അതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വേറെ ഒരാൾക്കും അമ്പലത്തിൽ അധികാരമില്ല. ഭക്തന്മാർക്കാണ് അമ്പലം വേണ്ടത്. ഭക്തന്മാർ അവിടെ അമ്പലത്തിന് വേണ്ടി ഇത് ചെയ്യുന്നത്. പക്ഷെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് അറിയാം, ഇവരെയൊക്കെ വളർത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ചില സംഘികൾ തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെയുള്ള കുറെ സംഘികള് ഇവരെ അങ്ങ് എടുത്ത് തലയിൽ വെച്ചിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചേർന്നിട്ട് അയ്യോ ചിത്രം വരയ്ക്കുന്ന ആളെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് എടുത്ത് തലയിൽ വെച്ചു. എന്തിനധികം പറയുന്നത്, സുരേഷ് ഗോപിയുടെ ഓഫീസിലായാലും അതുപോലെ തന്നെ അവിടെയുള്ള പിന്നെ BJPന്റെ ഇവരുടെയൊക്കെ നേതാക്കന്മാരൊക്കെ ആയിട്ട് നല്ല രീതിയിലുള്ള ഇതുള്ളപ്പോഴേ ഇവര് പലപ്പോഴും തന്നെ അമ്പലത്തിൽ കയറിയിട്ട് പല കോപ്രായങ്ങളും കാണിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല അവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യുക, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള തന്ത്രിയുടെ അതിനടുത്ത് വരെ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അതായത് ഒരു സാധാരണപ്പെട്ട ഒരു ഭക്തന് കയറി ചെല്ലാൻ കഴിയാത്ത ഇടത്തെ ഒരു ഭക്തിയും ഇല്ലാതെ വന്നിട്ട് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഇവരെ പോലെയുള്ള ആൾക്കാർക്ക് സൗകര്യം കൊടുക്കുന്നത് ആരാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വളരെ മോശമായ കാര്യം തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിയമ സംവിധാനത്തെയും അല്ലേ ഇവര് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോടതി തന്നെ, ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞിട്ടില്ലേ, ഉത്തരവിൽ പറഞ്ഞിട്ടില്ലേ, ഇത് ശരിയല്ല, ഇവിടെ കയറരുത്, ഇത് ഭക്തന്മാർക്കുള്ളതാണ്, ഇവിടെ കയറിയിട്ട് റീൽസ് ചിത്രീകരിക്കരുത് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കോടതിയെ പോലും ആ വിധിയെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് അവിടെ ആരാണ് ഇതിനുള്ള ഈ അനുവാദം കൊടുത്തിരിക്കുന്നത്? അവരെയാണ് പിടിക്കേണ്ടത്. ആരായാലും ശരി, ഏതവനായാലും ശരി, അവന്റെ പേരിൽ നടപടി മാത്രമല്ല അവനെയൊക്കെ പിടിച്ച് ജയിലിലിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങിച്ചു കൊണ്ടായിരിക്കാം ഇമാതിരി തോന്നിവാസിന് കൂട്ടി നിൽക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ പൈസയാണല്ലോ, പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കാം, എവിടെ വേണമെങ്കിലും കയറാം, എങ്ങനെ വേണമെങ്കിലും പോകാം. എന്തിനധികം പറയുന്ന പൈസ കൊടുത്തിട്ട് പലതും നേടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ ഇനി റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടും പൈസ വാങ്ങിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം പോലും എനിക്കുണ്ട്. അതുകൊണ്ടല്ലേ ഇവരൊന്നും മിണ്ടാതിരിക്കുന്നത്. നമ്മൾ ഗുരുവായൂർ പോയി കഴിഞ്ഞാൽ നമ്മൾ തൊഴുതു വരുന്നതല്ലാതെ അതിന്റെ നടയിന്ന് ഭഗവാനെ ഒരു ഫോട്ടോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പോലും നമുക്ക് കഴിയുന്നില്ല. കാരണം എന്താ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഫോട്ടോ എടുക്കരുത്, റീൽസ് എടുക്കരുത് എന്ന്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ അരങ്ങേറ്റത്തിന് പോലും ഒരു ഫോട്ടോ പോലും എടുക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണിന്ന്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ആളെയും കൊണ്ടുപോകണം, അല്ലാതെ നമ്മൾക്ക് പോലും ഒരു ഫോട്ടോ എടുക്കാൻ കഴിയില്ല. ഇതൊക്കെ ആക്കി വെച്ചത് ആരാണ്? ഈ സ്ത്രീയെ പോലെയുള്ള ആൾക്കാർ തന്നെയാണ്. ഈ സ്ത്രീ പല അമ്പലത്തിലും പോയിട്ട് പല കോപ്രായങ്ങളും കിട്ടുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അപ്പൊ അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അവര് എന്തൊക്കെയാ അവർ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി വന്നിട്ട് ഇന്നലെ വീണ്ടും റീൽസ് എടുത്തപ്പോഴേ ഇത് നമ്മുടെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുക തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ സ്ത്രീക്കെതിരെ നടപടി മാത്രം പോരാ, ഇവരെ ഒന്നിക്കലും എന്ന് പറഞ്ഞാൽ പിടിച്ച് ജയിലുണ്ട്, ഇല്ലെങ്കിലും തന്നെ ഇവരുടെ കൂടെയുള്ളവരാ. അതായത് ഇവർക്ക് ആര് അനുവാദം കൊടുത്തു അവരെയൊക്കെ പിടിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇമാതിരി തോന്നിയവാസം കളിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ വേറെ എന്തു വേണമെങ്കിലും ചെയ്തോ, അവിടെ പോയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. 2-3 മാസം മുമ്പ് ഇതുപോലെയൊരു പ്രശ്നം നടന്നതാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് നമ്മൾ എവിടെയും എത്തുന്നില്ല, ചില സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണം എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നേരെ മറിച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ പോയിട്ട് അവിടുന്ന് ഒരു റീൽ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പോലീസുകാരും അതുപോലത്തെ അവിടുത്തെ ഇവര് സെക്യൂരിറ്റിക്കാർ വിടത്തില്ല. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നിങ്ങൾ അവിടെ പോയിട്ട്, നിങ്ങൾ ഭക്തനാണ്, ഇപ്പൊ ഞാൻ ഭക്തനാണ്, ഞാൻ പോയിട്ട് അവിടെ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ചേട്ടാ ഇവിടെ ഫോട്ടോ ഇല്ലേ, അലോഡ് അല്ലേ എന്ന് കൃത്യമായിട്ട് പറയും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവർ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് അവിടെ നോക്കാൻ ആളില്ലേ? ഇനി അങ്ങനെ ആളില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം വേറെ ആൾക്കാരെ അവിടെ കൊണ്ടു നോക്ക്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.